ഹായ് നമസ്കാരം കൂട്ടുകാരെ. വെൽക്കം ബാക്ക് ടു ഇമക്കുട്ടീസ് ചാനൽ. ഞാൻ കുറേ നാളുകളായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. ഞാനിപ്പം ഇവിടെയുള്ള ഒരു അമ്പലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ പേര് സോമശില ടെമ്പിൾ എന്നാണ്. വളരെ ഏകദേശം 7-ാം നൂറ്റാണ്ടിലാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് 15ഓളം അമ്പലങ്ങളുണ്ട്. അതിലെല്ലാമുള്ള പ്രതിഷ്ഠ ശിവലിംഗമാണ്. വളരെ സവിശേഷമായ ഒരു ടെമ്പിളാണ്. കുറച്ചാളുകൾക്കൊക്കെ അറിയാമായിരിക്കും ഈ ടെമ്പിളിനെക്കുറിച്ച്. ഇത് കൃഷ്ണ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഹൈദരാബാദിൽ നിന്ന് ഏകദേശം ഒരു 185 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. നമ്മൾ താമസിക്കുന്ന സ്ഥലം കോടേരിന് അടുത്താണ്. കുറച്ചടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഈ ടെമ്പിളിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഇമക്കുട്ടിയുടെ അഭിചേച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അഭിചേച്ചിയായിട്ട് ഏതായാലും ഈ ടെമ്പിളിലൊന്ന് വന്നേക്കാമെന്ന് വിചാരിച്ചു. കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാനായിട്ട് നമുക്ക് സമയം ഇല്ലായിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള ഈ ടെമ്പിളിൽ വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടോ, കാവി ഇട്ടുകൊണ്ടൊക്കെ ആൾക്കാർ നടക്കുന്നത്. അതിവിടെ ശ്രീശൈലം എന്ന ഫേമസ് ആയ ടെമ്പിളുണ്ട്. അവിടേക്ക് നമ്മുടെ നാട്ടിൽ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്നത് പോലെ മാലയിട്ട് 41 ദിവസം വ്രതമെടുത്ത് പിന്നെ ഇരുമുടിക്കെട്ട് ആയിട്ട് ശ്രീശൈലം ടെമ്പിളിലേക്ക് പോകും. അതിനു വേണ്ടിയാണ് ഇവർ ഈ കാവി ഇട്ടുകൊണ്ടുള്ള ആൾക്കാർ എല്ലാവരും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശിവൻ്റെ ടെമ്പിളിലേക്ക് പോകുമ്പോഴത്തേക്ക്, ശ്രീശൈലത്ത് പോകുമ്പോൾ ഇവിടെയുള്ള ഭക്തരെന്നടുക്ക് മാലയിട്ടവർ ഏതെങ്കിലും ശിവാലയത്തിലായിരിക്കും കിടക്കുന്നതും അവരവിടുന്ന് ഫുഡ് കഴിക്കുന്നതെല്ലാം വീട്ടിൽ നിന്ന് മാറി നിൽക്കും. 41 ദിവസവും കഠിന വ്രതമെടുത്താണ് അവർ ശ്രീശൈലം അമ്പലത്തിലേക്ക് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ബോട്ട് മാർഗവും ഈ ടെമ്പിളിൻ്റെ അവിടുന്ന് കൃഷ്ണ റിവറിൽ കൂടെ ബോട്ട് മാർഗം നമുക്ക് ശ്രീശൈലം ടെമ്പിളിലേക്ക് പോകാൻ പറ്റും. ഹിമക്കുട്ടിയാണെങ്കിൽ ഇത് നോക്കിക്കേ, അബി തേങ്ങ ഉടയ്ക്കുവാണ്. 2 പേർക്കും പറ്റുന്നില്ല. അവൾ ചെയ്യിക്കുന്നില്ല അബിയെക്കൊണ്ട്. അവൾ ചെയ്യുമെന്നുള്ള അതിൽ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. അവസാനം ഇമ്മക്കുട്ടിയുടെ അച്ഛൻ വാങ്ങിച്ച് തേങ്ങ ഉടച്ചു. അങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭൂതി നമുക്ക് വിശ്വാസമുള്ളവർക്ക് കിട്ടാറുണ്ട്. ഒരു സംതൃപ്തി കിട്ടാറുണ്ട്. నువ్వుకేం ఆకలి లేదు, నాకు తెలుసు. മണ്ണി കളിക്കല്ലോ കേട്ടോ, ഞാൻ പോലെ കേട്ടോ കേട്ടോ. അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ചുറ്റും പ്രദക്ഷിണം വെക്കുവാണ്. കരിബാബുവിൻ്റെ കയ്യിൽ പിടിച്ചാണ് അവൾ പോകുന്നത്. അമ്പലത്തിൽ പോയി അമ്പലത്തിലെ കാഴ്ചകൾ ഇവിടുത്തെ. ഇതാണ് കൃഷ്ണ റിവറിൽ ഏതാണ്ട് ദീപം, നമ്മളേതാണ്ട് ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ദിലീപിൻ്റെ ഒരു സിനിമ, അതുപോലെ അതിലുണ്ടല്ലോ ഇങ്ങനെ ദീപം തെളിയിച്ചൊഴുക്കുന്നത്. ഇവിടെ ആൾക്കാരിങ്ങനെ നിൽപ്പുണ്ട്. അത് വാങ്ങിച്ച് നമുക്ക് കൃഷ്ണ റിവറിൽ ദീപം കത്തിച്ച് ദീപം തെളിയിച്ച് ഒഴുക്കാൻ പറ്റും. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഇമ്മക്കുട്ടിയുടെ അച്ഛനും അബിയും ഇറങ്ങി വെള്ളത്തിലേക്ക്. അവിടെ കുറച്ച് തെന്നുമൊക്കെ ചെയ്യും. എൻ്റെ ആരോഗ്യസ്ഥിതി അറിയാമല്ലോ. പിന്നെ എന്തെങ്കിലും പ്രശ്നമായി എനിക്ക് ശരിക്കും വെള്ളത്തിൽ അത്രയും ദൂരവും പോകണം. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അവർ 3 പേരും കൂടെ ഇറങ്ങി. അപ്പം അവിടെ ഈ വിളക്കൊക്കെ വിൽക്കാൻ നിൽക്കുന്നവർ അബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ അങ്ങനെ പോയി അവർ ദീപം തെളിയിച്ചിട്ട് വന്നു. ഞാൻ കരയിൽ നിന്നുകൊണ്ട് ഇവളുടെ വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ. എനിക്ക് പേടിയായിരുന്നു ഇറങ്ങാൻ. കാരണം അതവിടെ കല്ലുണ്ട്. ഈ വെള്ളത്തിൽ ആ കല്ലിൽ കൂടെ ഇറങ്ങി അങ്ങോട്ട് മുൻപോട്ട് പോയാൽ നല്ല ആഴമാണ്. കൃഷ്ണ റിവറാണ്. ഞാൻ പോയില്ല. എൻ്റെ ദീപം തെളിയിക്കുവാണ്.
പിന്നെ ഈമക്കുട്ടിയും ഈമക്കുട്ടിയുടെ ഡാഡിയും കൂടെ പതുക്കെ പോകുവാണ്. അത് ഭയങ്കര വഴുക്കലുണ്ട്, തെന്നും. അതുകൊണ്ട് വളരെ പതുക്കെയാണ് അവർ പോകുന്നത്. ഈമക്കുട്ടിയും കയ്യിലുണ്ടല്ലോ. അങ്ങനെ പോയി അവർ ദീപമൊക്കെ തെളിയിച്ച് നോക്കി. കൃഷ്ണ റിവർ ഒരു ഭയങ്കര മനോഹരമായ സ്ഥലമാണ് ഇത്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് റിവർ സൈഡിലുള്ള അമ്പലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേമസ് ആയ അമ്പലമാണ് സോമശില ടെമ്പിള്. ഇത്തിരി കടൽ പോലെ കിടക്കുന്നു. ഇതിൽ കൂടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കയറിയായിരുന്നു. ആ കാഴ്ചകളും കാണാം നമുക്ക്. ദേ അബി എടുത്ത് ഇമ്മക്കുട്ടിയെ താഴെ നിർത്താൻ അവൾ താഴെ നിൽക്കുകയില്ല. പേടിയാണ്, വെള്ളത്തിലിറങ്ങുന്നതേ പേടിയാണ്. ഇമ്മക്കുട്ടിയുടെ അച്ഛൻ നമ്മളുടെ കുടുംബം നമുക്ക് വേണ്ടി ദീപം തെളിയിക്കുന്നു. അവരുണ്ട്. എനിക്ക് പേടിയാണ് ഇതൊക്കെ. വെള്ളത്തിലിറങ്ങിയുള്ള അഭ്യാസ പ്രകടനങ്ങളൊന്നും ഞാൻ കാണിക്കാറില്ല. കാരണം പ്രത്യേകിച്ച് എനിക്ക് സ്വിമ്മിങ് ഒന്നും അറിയത്തില്ല. അബിക്കറിയാം, സ്വിമ്മിങ്ങൊക്കെ അറിയാം. പിന്നെ ഇമ്മക്കുട്ടിയുടെ അച്ഛനും അറിയത്തില്ല. പിന്നെ ഇമ്മക്കുട്ടിയുടെ നിർബന്ധം വഴക്കുണ്ടാക്കി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. എൻ്റെ ദീപം ഒഴുക്കുന്നു. എനിക്ക് ഇന്നേരം ആ സോങ്ങൊക്കെ ഓർമ്മ വന്നത്. ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. కృష్ణ వేణి తుంగ భద్ర మల్పారిణి భీమరతి భువనాశి సప్తనదులు కలుస్తాయి మేడం ఇక్కడ. ఓకే താങ്ക്സ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയി. അവിടെ തന്നെ ഉണ്ട് കൃഷ്ണ റിവറിൽ കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ കയറാൻ വേണ്ടി പെഡൽ ബോട്ടാണ് കയറിയത്. പക്ഷേ എനിക്ക് ആ പെഡൽ ബോട്ടിൽ ചവിട്ടാനോ ഒന്നും പറ്റത്തില്ല, നമ്മുടെ ആരോഗ്യസ്ഥിതി കാരണം. പിന്നെ അബിയും ഇമ്മക്കുട്ടിയുടെ ഡാഡിയും കൂടെ ഫ്രണ്ടിലിരുന്നുകൊണ്ട് ചവിട്ടി. ഞാനും ഇമ്മക്കുട്ടിയും ബാക്കിലിരിപ്പുണ്ട്. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളത് ബോട്ടിങ് അരമണിക്കൂറോളം നമുക്ക് പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. കാരണം ഇമ്മക്കുട്ടിക്ക് പുറകിലിരുന്നുകൊണ്ട് കരയാനൊക്കെ തുടങ്ങി. അവൾ പേടിച്ചു പോയി. കുറച്ച് ഈ ഓളമൊക്കെ ഓളം വരുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഒലയുന്നുണ്ടായിരുന്നു ഈ ബോട്ട്. അതുകൊണ്ട് നമ്മൾ ആ കരയുടെ സൈഡിൽ കൂടെയൊക്കെ പോയതേ ഉള്ളൂ. അങ്ങോട്ട് പോയില്ല, ദൂരത്തിലൊന്നും പോയില്ല. പിന്നെ ഇമ്മക്കുട്ടിക്ക് പേടിയുമായിപ്പോൾ. ഇത് ഈ സ്പീഡ് ബോട്ടൊക്കെ വരുന്നത് കൊണ്ട് അതിൻ്റെയും കൂടെ നല്ല വാട്ടറിൻ്റെ അലകളൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പോയി ഇരിക്കുന്ന ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടായിരുന്നു. അത് പേടിയായി ഇമ്മക്കുട്ടിക്ക്. ഒന്നും പറ്റുകയില്ല, പക്ഷേ അവൾക്ക് പേടിയായിരുന്നു. അവൾ കരയാനൊക്കെ തുടങ്ങി. നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. കൂടുതൽ സമയമൊന്നും അതിൽ സ്പെൻഡ് ചെയ്തില്ല. അബിക്ക് അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം അവൾക്ക് കുറേ സമയം അതിലിരിക്കണമെന്നുണ്ടായിരുന്നു. സ്പീഡ് ബോട്ടിൽ കയറണമെന്നൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇമ്മക്കുട്ടിയുടെ ഡാഡി അതിനൊന്നും സമ്മതിച്ചില്ല. വെള്ളത്തിലാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള പേടിയൊക്കെ കാരണം കയറ്റിയില്ല.